എല്ലാവർക്കും സ്വാഗതം. 1600 മുതൽ ഇങ്ങോട്ടുള്ള കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ 1600 മുതൽ ഇങ്ങോട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് ഇതിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, 1600-ൽ കേരളവുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യം ഏതെന്നുള്ളതാണ്. അതിനുത്തരം പോർട്ടുഗൽ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, 1619-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കോഴിക്കോട് സാമൂതിരിയും ഒപ്പിട്ട ഉടമ്പടിയുടെ പേരെന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ പേര് ട്രീറ്റി ഓഫ് കാലിക്കറ്റ് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായി ഒരു ഫാക്ടറി പണിതത്? അത് 1623-ലാണ്. പിന്നെ ഈ 1600-നും 1650-നും ഇടയിലുള്ള അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പോർട്ടുഗീസുകാരുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം ഏതായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിനുത്തരം കൊച്ചിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് കൂനൻ ക്രോസ് ഓത്ത്, കൂനൻ കുരിശ് പ്രതിജ്ഞ, കേരള ചർച്ചിൽ പിളർപ്പുണ്ടാക്കിയ കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്നുള്ളതാണ്? അത് 1653-ലാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് ഏത് വർഷം എന്നാണ്? അത് 1663-ലാണ്. ഏത് യൂറോപ്യൻ രാജ്യമാണ് കേരളത്തിൽ ആദ്യമായി പ്രിൻറ്റിംഗ് പ്രസ്താവിച്ചത്? അതിനുത്തരം പോർട്ടുഗീസുകാരാണ്. അത് 1557 കാലഘട്ടത്തിലാണ്. ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, കൊച്ചിയിൽ പോർട്ടുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേരെന്താണെന്നുള്ളതാണ്. അത് ഫോർട്ട് ഇമ്മാനുവൽ എന്നാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നും 1600-നും 1650-നും ഇടയിൽ കയറ്റുമതി ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? ഏലവും കുരുമുളകുമായിരുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് കൊടുങ്ങല്ലൂരിൽ ഒരു ഫാക്ടറി പണിതതെന്നുള്ളതാണ്. അതിനുത്തരം ഡച്ചുകാരാണ് കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ ഒരു ഫാക്ടറി പണിതത്.